ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നെസ്റ്റ് ബൈ രൂപ്സ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഇന്നൊരു ഹോം മെയ്ഡ് ക്ലീനിങ് ലിക്വിഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ എടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയാണ്. ഒരുവിധം വീട്ടമ്മമാർക്കൊക്കെ ഈ ടിപ്സൊക്കെ അറിയായിരിക്കും. അവരും ഇത്തരത്തിലുള്ള ലിക്വിഡ് യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മളുടെ കൈവശമുള്ള ഡിഷ് വാഷർ ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ വിമ്മാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂണോളം ജസ്റ്റ് അതൊന്ന് സ്ക്യൂസ് ചെയ്ത് കുറച്ച് ആഡ് ചെയ്താൽ മതിയാകും. അടുത്തതായി നമുക്ക് വേണ്ടത് വൈറ്റ് വിനീഗറാണ്. അത് ഞാനിവിടെ 1/2 കപ്പോളം എടുക്കുന്നുണ്ട്, ഒരു ഗ്ലാസിൻ്റെ പകുതിയോളം എടുക്കുന്നുണ്ട്. അപ്പോൾ വിനീഗർ ബേക്കിംഗ് സോഡയിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ അത് പതഞ്ഞ് നൊരഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ സൈസ് ബൗളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് ഞാൻ മറിയോ എന്നുള്ളൊരു ഭയത്തിൽ അടിയിൽ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കണം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഒഴിക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ ബൗളിൽ ചെറുതായി പോയത് കാരണം അത് പതച്ച് നൊരഞ്ഞ് പൊങ്ങുന്നത് കാരണം ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നില്ല. ആ പതിയൊക്കെ ഒന്ന് അടങ്ങിയതിന് ശേഷമേ ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇപ്പം ഞാനത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് സ്പൂണിലിങ്ങനെ കോരുമ്പോൾ വെറും പത മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതിയാകും. അപ്പോഴേക്ക് പതിയൊക്കെ ഒന്ന് കുറഞ്ഞ് വരും. ആ സമയം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കൂടെ ചേർക്കണം. അപ്പോൾ കണ്ടോ, അപ്പം ഞാനൊന്നും ചെയ്തിട്ടില്ല, പതിയൊക്കെ തനിയെ ഒന്ന് കുറഞ്ഞു വന്നതാണ്. ഇപ്പോൾ ഇതിൽ വെറും പദം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. നിങ്ങൾ ആദ്യം ചെയ്യുമ്പം തന്നെ ആഡ് ചെയ്താൽ മതിയാകും. പക്ഷേ വലിയ ബൗൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ചൂടുവെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പതയും വെള്ളവും ഒക്കെ തമ്മിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ ഈ പതയൊക്കെ ഒന്ന് പോയി കിട്ടും, ലിക്വിഡ് ഫോമിലേക്ക് മാറും. കണ്ടോ, ഇപ്പോൾ പതയും നൊരയൊക്കെ ഒന്ന് മാറി ലിക്വിഡ് ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി ഇതുപോലുള്ള സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസിൻ്റെ ഒക്കെ ബോട്ടിൽ കാലിയായതിൽ നമുക്കിങ്ങനെ ഒഴിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ലിക്വിഡ് ക്ലീനിങ് എത്രത്തോളം എഫക്റ്റീവാണെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ കിച്ചൺ സിങ്കാണ്. ഞാൻ തംബ്നെയിലിട്ട പിക്കിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല രീതിയിൽ ഡേർട്ടി ആയിട്ടാണുള്ളത്. ഞാൻ വീക്ക്ലി വൺസ് മാത്രമേ ഇതുപോലുള്ള ക്ലീനറൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കിച്ചൺ സിങ്ക് വൃത്തിയാക്കാറുള്ളൂ. കംപ്ലീറ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലുള്ളൊരു സ്ക്രബ് ഉപയോഗിച്ചാണ് ഞാൻ സിങ്ക് വൃത്തിയാക്കാറ്. അപ്പോൾ ജസ്റ്റ് അത് നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്തെടുത്ത് കഴുകിക്കളയാണ് ചെയ്യുന്നത്. ഒരുപാട് സ്ട്രെയിനൊന്നും ചെയ്ത് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ അഴുക്കളൊക്കെ പോയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വെള്ളം ഒഴിക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എൻ്റെ സിങ്ക് എത്രത്തോളം നീറ്റായിട്ടുണ്ട് എന്നുള്ളത്. ഒരു നല്ലൊരു ഷൈനിങ്ങും, വൃത്തിയാകുക മാത്രമല്ല നല്ലൊരു ഷൈനിങ്ങും കിട്ടിയിട്ടുണ്ട്. വെറുതെ പറഞ്ഞല്ല, ഇതാ പ്രൂഫ് ഇതാണ്. നേരത്തെ എൻ്റെ സിങ്കും ഇപ്പോഴത്തെ സിങ്കും നോക്കുമ്പോൾ നല്ല നീറ്റായിട്ടുണ്ട്. അതുപോലെ നല്ല ഷൈനിങ്ങും ഉണ്ട്, നല്ലൊരു സ്മെല്ലുമാണ്. ഇനി അതിലേക്കിടുന്ന അരിപ്പ കൂടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൽ നല്ല രീതിയിൽ കറിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് വൃത്തിയാക്കാനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ഈ ലിക്വിഡ് കുറച്ചൊരു ബൗളിലേക്ക് എടുത്ത് ഇത് അതിലേക്ക് സോക്ക് ചെയ്യാൻ വെക്കുക. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം സ്ക്രബ് ഇട്ട് കഴുകുമ്പോൾ പെട്ടെന്ന് പോകും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ചെയ്യാണ്. ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പ്രേ ചെയ്ത് സ്ക്രബ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നടുവിലത്തെ പോർഷൻ ഞാൻ ക്ലീൻ ചെയ്യേണ്ട സൗകര്യത്തിന് വേണ്ടി അഴിച്ചു വെച്ചതാണ്. ജസ്റ്റ് സ്പ്രേ ചെയ്ത് ഇതുപോലെ സ്ക്രബ്ബർ വെച്ച് സ്ക്രബ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാനിത് കഴുകുമ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാകും. നല്ല ഷൈനിങ് വന്നിട്ടുണ്ട്. നേരത്തെ എത്രത്തോളം ഡേർട്ടി ആയിട്ടാണ് ഉള്ളതെന്ന് നിങ്ങൾ കണ്ടതാണ്. ഇപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട്, അതുപോലെ നല്ല ഷൈനിങ്ങും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കിച്ചൺ സിങ്കൊക്കെ വൃത്തികേടായി കിടക്കുകയാണ്, അതിനൊരു സൊല്യൂഷൻ നോക്കി നടക്കുകയാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും മറ്റു നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ സൈനിങ് ഓഫ് രൂപ്സ്.